ഇന്നത്തെ യാത്ര ചരിത്രത്തിലേക്കാണ്. അത്യാധുനികതയുടെ ടെക്നോളജിയുടെ കേന്ദ്രമായ ഇന്ത്യയുടെ സിലിക്കൺ വാലിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ബാംഗ്ലൂർ കോട്ട ആധുനികതയുടെ ഗർവ്വപേറി നിൽക്കുന്ന നഗരമധ്യത്തിൽ അതിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ്. നാം ഇന്നു കാണുന്ന ബാംഗ്ലൂരിൻ്റെ തുടക്കം ഇവിടെ നിന്നാകുന്നു. ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പടത്തലവനുമായ കെമ്പെഗൗഡ ഒന്നാമനാണ് 1537 ഒരു മണ്ണു കോട്ടയായി ബാംഗ്ലൂർ കോട്ട സ്ഥാപിച്ചത്. കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് മെട്രോ സ്റ്റേഷന് അടുത്തായാണ്. കോട്ടയുടെ സ്ഥലം കണ്ടെത്തിയതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യം നിലനിന്നു പോകുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലവനായ അച്യുതരായ രാജാവിൻ്റെ അനുവാദം വാങ്ങി തനിക്കായി ഒരു നഗരം നിർമ്മിക്കാൻ കെമ്പെഗൗഡ തീരുമാനിക്കുകയും ശിവസമുദ്ര എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ വച്ച് തന്നെ ആക്രമിക്കാൻ വന്ന വേട്ടനായ്ക്കളോട് പൊരുതി നിൽക്കുന്ന ഒരു മുയൽക്കുഞ്ഞിനെ കാണുകയും അതൊരു ശുഭശകുനമായി വിശ്വസിച്ച അദ്ദേഹം ആ സ്ഥലത്ത് മണ്ണുകൊണ്ട് ഒരു കോട്ട പണിയുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ബാംഗ്ലൂർ കോട്ടയ്ക്ക് ഏകദേശം 1 മൈൽ ചുറ്റളവ് ഉണ്ടായിരുന്നു. 1761 ടിപ്പു സുൽത്താൻ്റെ പിതാവായിരുന്ന ഹൈദർ അലി മണ്ണുകോട്ടയ്ക്ക് പകരം കല്ലുകോട്ട നിർമ്മിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തി. 1791 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടയിൽ ബ്രിട്ടീഷ് സൈന്യം ബാംഗ്ലൂർ കോട്ടയെ ആക്രമിക്കുകയും കോട്ട പിടിച്ചടക്കുകയും ചെയ്തു. ഈ യുദ്ധം ടിപ്പു സുൽത്താൻ്റെ ശക്തിക്ക് വലിയ തിരിച്ചടിയായി മാറി. പിന്നീട് ബാംഗ്ലൂർ കോട്ട ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കീഴിലായിരുന്നു. ബാംഗ്ലൂർ കോട്ടയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും ആ സമയത്ത് നശിപ്പിക്കപ്പെടുകയുണ്ടായി. ബാംഗ്ലൂർ കോട്ടയിൽ ഇന്ന് കാണാൻ കഴിയുന്നത് കോട്ടയുടെ പ്രധാന കവാടമായ ഡൽഹി ഗേറ്റും 2 പ്രധാന ഗോപുരങ്ങളുമാണ്. മറ്റെല്ലാ ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശേഷിക്കുന്ന കോട്ടയുടെ ഭാഗങ്ങൾ ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിലാണ്. കോട്ടയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കാലത്ത് നവീകരിച്ച കോട്ടയുടെ ഭാഗങ്ങളാണ് നമുക്കിന്നിവിടെ കാണാൻ സാധിക്കുക. ഇത്രയും വലിയൊരു നഗരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നിട്ട് കൂടി ബാംഗ്ലൂർ കോട്ടയിലേക്ക് സന്ദർശകർ കുറവാണ്. പരിപാലനത്തിൻ്റെ അപാകതകൾ കോട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ സാധിച്ചു. കോട്ടയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിച്ചതാണ്. കോട്ടയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങളോ കോട്ടയിൽ കണ്ടില്ല. മാത്രമല്ല ഈ നിർമ്മിതികളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള വിശദീകരണങ്ങളും കോട്ടയിൽ കാണാൻ സാധിച്ചില്ല. ജയിൽ മുറികളെപ്പോലെ തോന്നിക്കുന്ന ഈ നിർമ്മിതികൾ കോട്ടയിലെ തടവറകളോ അല്ലെങ്കിൽ യുദ്ധസമയത്ത് ഒളിച്ചിരിക്കാനുള്ള ബങ്കറുകളോ ആയിരുന്നിരിക്കാം. കോട്ടയുടെ ഉൾവശം പുല്ലുകൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. കോട്ടയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നതായി കാണാം. ചുരുക്കം ചില ആളുകൾ മാത്രമേ കോട്ടയിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. നഗരത്തിൻ്റെ തിരക്കിൽ കോട്ടയുടെ ചരിത്രം മാഞ്ഞു പോകുന്നു. പലർക്കും ഇതൊരു ചരിത്ര സ്മാരകമാണെന്ന് പോലും അറിയില്ലെന്ന് തോന്നുന്നു. വിക്ടോറിയ ഹോസ്പിറ്റലിന് സമീപത്തായാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണരാജേന്ദ്ര മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏതാനും മീറ്ററുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അരമണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാവുന്ന ഭാഗങ്ങൾ മാത്രമേ കോട്ടയ്ക്കുള്ളിൽ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ.